ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ കോയമ്പത്തൂർക്കാണ്. പപ്പൻ്റെ ഒരു ആവശ്യത്തിനാണ് പോണത്. അപ്പോൾ ഞങ്ങളും കൂടെ പോവാണ്. ആദ്യം പപ്പ മാത്രമാണ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് റെഡിയാകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം റെഡിയായതാണ്. ഇപ്പോൾ ഞങ്ങൾ വാളയാർ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ വാളയാർ ടോൾ എത്തിയിട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ കോയമ്പത്തൂർ ടൗൺ കടന്നു. ഇപ്പോൾ GN മിൽ, കൗണ്ടർ മിൽ പറയും. കൗണ്ടർ മിൽ സ്റ്റോപ്പില് ലെഫ്റ്റ് സൈഡ് പോകണം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെയാണ് പോകേണ്ടത്. അപ്പോൾ ഏകദേശം അവിടെ എത്തി. ഓക്കെ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പപ്പയുടെ ഫ്രണ്ടിൻ്റെ സ്ഥലം എത്തി. കോയമ്പത്തൂരിലെ അനന്യാസ് നാനി ഹോംസ്. ഇവിടുന്ന് പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു അമ്പലം കാണുന്നുണ്ട്. അമ്പലം നല്ല സെറ്റപ്പാണ് കേട്ടോ ഗൈസ്. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു അമ്പലം ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഈ അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ ശിവനും പാർവതിയുമാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ 4 കുഞ്ഞാനകളുടെ ശില്പം വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. നട തുറന്നു ഗൈസ്. നട തുറന്നതിൻ്റെ മണിയടി ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അബിക്ക് ഈ വണ്ടി നന്നായി ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ അതിൽ കയറുകയാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ ഒരു മലൻ്റെ മേളിൽ ശിവൻ്റെയും പാർവതിൻ്റെയും ശില്പം കണ്ടു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി പപ്പൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. പിന്നെ പപ്പ പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കുകയാണ്. പപ്പ വരെ ഇത്തിരി സമയം എടുക്കും. ഇതാണ് ഇവിടുത്തെ ഫങ്ഷൻസ് നടത്താനുള്ള ഹാള്. അങ്ങനെ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് ഗാർഡൻ കാണാനാണ്. അങ്ങനെ ഞങ്ങൾ ഗാർഡനിലെത്തി ഗൈസ്. ഇവിടെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. നിറയെ പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം പച്ച പുല്ലുകളാണ്. ഈ പച്ച പുല്ലുകളുടെ ഇടയിൽ കളർഫുൾ ചെടികളും പൂക്കളും നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ ചെറിയ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഉരുളൻ കല്ലും കൊണ്ട് നടക്കാനുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ നടക്കാൻ നല്ല സുഖമുണ്ട് ഗൈസ്. ഈ ഭാഗത്ത് മുഴുവൻ മെഡിസിൻ പ്ലാന്റ്സ് ആണ്. തുളസി, കണക്കൂർക്ക, കറ്റാർവാഴ, അതേപോലത്തെ. ഇടയിലിടയിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്.
ഗായ്സ്. മാപ്പ് വെള്ളം വന്നു കേട്ടോ, കാണിച്ചു തരാം ഞാൻ. അവിടെ വെള്ളം വന്നു കേട്ടോ. ഇവിടെ വെള്ളം വന്നു. ഇനി നമ്മൾക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ക്യാൻറ്റീൻ താഴെയാണ്. സാധാരണ മുകളിൽ ആണ് ഉണ്ടാവുക, ഇത് താഴെ അണ്ടർഗ്രൗണ്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ഒരു സ്പേഷ്യസ് ആണ് കാണിക്കുന്നത്. ഒരു 3 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി തന്നെ പറയാം. അത്രയ്ക്കും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ അപ്പുറം കാണുന്നത് അത് വന്നിട്ട് ബർത്ത്ഡേ ഫങ്ഷൻസ് നടത്താനുള്ള ഹാളാണ്. അപ്പോൾ നമ്മൾ കയറുന്നത് അതിലേക്കല്ല, നമ്മൾ കയറുന്നത് നേരെ ക്യാൻറ്റീനിലേക്കാണ്. ഓ, ക്യാൻറ്റീൻ തന്നെ നല്ല രസമുണ്ടല്ലോ. ഓക്കെ ഇനി ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യട്ടെ. ഫുഡ് കഴിച്ച് പുറത്ത് വരുന്ന ഇരുട്ടായിപ്പോയി. പക്ഷേ കാണാൻ ഏറ്റവും ഭംഗിയുള്ളൊരു രസകരമായിട്ടുള്ളൊരു സംഗതിയാണ് ഞങ്ങൾ കണ്ടത്. ശിവനും പാർവതിയുമായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ അത് എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കണമെന്ന് അറിയില്ല. വളരെ ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. രാത്രി ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോൾ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം രാത്രി ആയതുകൊണ്ട് നമുക്ക് വീടെത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ പോയി വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.